പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, പത്തനംതിട്ടയിൽ മിനി ബസ് നിയന്ത്രണം വിട്ട് അപകടം. പത്തനംതിട്ട തുലപ്പള്ളി ഭാഗത്തായിട്ടാണ് അപകടം ഉണ്ടായത്. ദർശനം കഴിഞ്ഞുപോയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ബസ് 2 കാറുകളിലിടിച്ച് തല കീഴായി വീണു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് ബസ് വെട്ടിപ്പൊളിച്ചാണ്. പത്തനംതിട്ട തുലപ്പള്ളിയിലാണ് മിനി ബസ് നിയന്ത്രണം വിട്ട് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. തുലപ്പള്ളി ഭാഗത്താണ് ഈ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണത്. ദർശനം കഴിഞ്ഞു വരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ് വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ തീർത്ഥാടകരെയൊക്കെ പുറത്തെടുത്തത്. 2 കാറുകളിലിടിച്ച് ഈ മിനി ബസ് തല കീഴായി വീണു എന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ടവരെ ബസ് വെട്ടിപ്പൊളിച്ച് രക്ഷപ്പെടുത്തി. പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. 10 പേർക്കാണ് പരിക്കേറ്റത്. ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് വരുന്ന സമയത്താണ് അവർ സഞ്ചരിച്ചിരുന്ന ഈ മിനി ബസ് പത്തനംതിട്ട തുലപ്പള്ളി ഭാഗത്ത് വെച്ച് അപകടം സംഭവിച്ചത്. 2 കാറുകളിലിടിച്ച് തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ബസ് വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് തിരുവള്ളൂരിൽ ഇൻഷുറൻസ് തുകയ്ക്കായി അച്ഛനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്ന മക്കൾ അറസ്റ്റിൽ. മരിച്ച ഗണേശന്റെ 2 ആൺമക്കളടക്കം 6 പേർ പിടിയിലായി. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന EP ഗണേശനെ